ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഏഷ്യ കപ്പിലെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ടീം ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ UAE ആണ് ഇന്ത്യയുടെ എതിരാളികൾ. ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് ഈ മത്സരം നടക്കുക. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയേണ്ട കാര്യം, മലയാളി താരമായ സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്നാൽ ക്രിക്ക് ബസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിരാശാജനകമായ കാര്യങ്ങളാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, ഏഷ്യ കപ്പിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ട്രെയിനിങ് സെഷനിൽ സഞ്ജു സാംസണ് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഞ്ജു സാംസണിൽ പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ എന്നിവരൊക്കെയാണ് നെറ്റ്സിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളത്. ഇവർ എല്ലാവരും പ്ലേയിങ് 11-ൽ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി കൊണ്ടുള്ള സ്ഥാനം അത് സഞ്ജു സാംസണ് ലഭിച്ചേക്കില്ല. പകരം ജിതേഷ് ശർമ്മ ആ സ്ഥാനത്തേക്ക് വരും എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ഇന്നലെ വിക്കറ്റ് കീപ്പറായി കൊണ്ട് ഭൂരിഭാഗം സമയത്തും ട്രെയിനിങ് നടത്തിയത് ജിതേഷ് ശർമ്മയാണ്. സഞ്ജു ഭൂരിഭാഗം സമയത്തും സൈഡ് ലൈനിലാണ് ചിലവഴിച്ചിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം പ്ലേയിങ് 11-ൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അഭിഷേകും ഗില്ലും ഒരുമിച്ചാണ് നെറ്റ്സിൽ ബാറ്റ് ചെയ്തത്. അർഷദീപ് സിംഗ്, ബൂംറ എന്നിവരെ ഈ താരങ്ങൾ നേരിടുകയും ചെയ്തു. അതായത് ഇവർ രണ്ടുപേരും ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. ടീമിനകത്ത് ഫിനിഷർ റോളിൽ റിങ്കു സിംഗ് ആയിരിക്കും ഉണ്ടാവുക. കുൽദീപ്, വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേൽ തുടങ്ങിയ സ്പിന്നർമാർക്കെതിരെ ഇദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സഞ്ജു സാംസണ് പ്ലേയിങ് 11-ൽ ഇടമുണ്ടായേക്കില്ല എന്നുള്ളതിലേക്കാണ്. അതായത് സഞ്ജു സമീപകാലത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷെ അതിനു മുൻപ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോൾ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതായിരിക്കാം ഒരുപക്ഷെ സഞ്ജുവിന് തിരിച്ചടിയാകുന്നത്. ഏതായാലും പ്ലേയിങ് 11-ൽ സഞ്ജു ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.